ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഷൊർണൂരേക്ക് വന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലത്ത് കറങ്ങാൻ പോവാണ്. ആതിരപ്പള്ളി പിന്നെ കുറച്ച് എറണാകുളം 2 ദിവസം സ്റ്റേ ഒക്കെ ചെയ്തിട്ട് നേരെ നാട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആവണത്രേ, ആവുന്നുണ്ട്. ഞാനും അമ്മയും അനിയനും റെഡിയായി, അച്ഛൻ റെഡി ആവണത്രേ. നമ്മൾ 8:30 ഇറങ്ങാനാണ് വിചാരിച്ച്, ലേറ്റായി, എന്നാലും പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. കുറച്ച് ലേറ്റായി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി കാറിൽ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് ലേറ്റായി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരെ ആതിരപ്പള്ളി പോവും. അവിടുന്ന് വാട്ടർഫാളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ എറണാകുളം പോകും ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം കുറേ സമയമുണ്ട് ഇനി ആതിരപ്പള്ളി എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി പോകാം, കുറച്ച് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ ചെറുതുരുത്തി എത്താൻ പോകുന്നു ടൗണൊക്കെ. ഇപ്പം നമ്മൾ കേരള കലാമണ്ഡലാട്ടോ നേരത്തെ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെറുതുരുത്തി എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ചാലക്കുടി എത്തിയപ്പോൾ ആ ഒരു ആതിരപ്പള്ളി ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഇതാ ഡ്രീം വേൾഡൊക്കെ കണ്ടു. അപ്പോൾ ഏകദേശം ഇനി കുറച്ച് ദൂരം ഇല്ല ആതിരപ്പള്ളി എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് ബ്ലോഗൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ചെറുതത്ത് എത്തിയിട്ടൊന്നും. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഫോറസ്റ്റിൽ എത്തി, ആതിരപ്പള്ളി പോകുന്നതിന് മുമ്പല്ലേ. അപ്പം നമുക്ക് ഇനി ആതിരപ്പള്ളി എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിത് ആതിരപ്പള്ളി എത്തി. അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങണം. നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, വെള്ളച്ചാട്ടം കണ്ടിട്ട് നേരെ നമുക്ക് വരാമെന്ന് വെച്ചു. അപ്പം കുറേ താഴേക്ക് നല്ലോണം ഇറങ്ങാനുണ്ടായിരുന്നു. ഇറങ്ങി മടുത്തും. വെള്ളച്ചാട്ടം ഇടുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം ക്ഷീണമായി എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് മഴ പാറാൻ വേണ്ടി തുടങ്ങി. നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് കുറച്ച് അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ കയറാൻ വേണ്ടി വന്നു. മഴയൊന്നും കൊള്ളണ്ടല്ലോ വെച്ചിട്ട് നേരെ മുകളിലേക്ക് കയറി. അപ്പം കയറാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല പാടായിരുന്നു, നല്ലോണം കയറാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മഴയും നല്ലോണം പെയ്യാൻ തുടങ്ങി നമ്മൾ മുകളിലെത്തുമ്പോഴത്തേക്ക്. അപ്പം വേഗം മുകളിലേക്ക് കയറി. കാലൊക്കെ നല്ലോണം വേദന എടുത്തിരുന്നു. അപ്പം ഇനി നമുക്ക് കാറിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ട് പാർക്കിങ്ങിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതാ കാറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ലോണം ഇറങ്ങാനും കയറാൻ നല്ല പണിയായിരുന്നു. അപ്പം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നല്ലോണം മടുത്തു. കയറുമ്പോൾ പിന്നെ പറയാനില്ല, നല്ലോണം കയറാനായിട്ടും മടുത്തു. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. നമ്മൾ പോകുമ്പം അവിടെ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. ഹോട്ടലല്ല, ഒരു വീട്ടിൽ ഊണ് കണ്ടു. അപ്പം വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വേഗം ഫുഡ് കഴിക്കും. കാറിലേക്ക് കയറി. അപ്പം ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം. ബൈ. വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട്
നേരെ കാറ് കയറി. അപ്പം നമ്മൾ വന്ന വഴിയല്ല പോകുന്നത് കേട്ടോ, നമ്മൾ വേറെ ഏതൊരു വഴിയാണ് പോണത്. പക്ഷേ ഈ വഴി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല കാടിൻ്റെ നടുവിൽ നല്ലൊരു എന്തോ ഒരു തോട്ടം അങ്ങനെ എന്തോ അതിൻ്റെ നടുവിലാണ് പോകുന്നത് നമ്മൾ. രണ്ട് സൈഡിലും ആ ഒരു ഗാർഡൻ പോലത്തത്, പിന്നെ നമ്മൾ നടുവിൽ റോഡാട്ടോ. റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ വഴി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നത് ഹൈവേയിലായിരുന്നു, പക്ഷെ പോകുന്നത് വേറെ വഴിയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ ഇപ്പം ആ റോഡ് തന്നെയാണ്, ഇത് കുറേ സമയം ഈ റോഡ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ഈ റോഡ് നല്ലോണം ഇഷ്ടപ്പെട്ടു, കാരണം നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും കാടൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. മഴ ചെറുങ്ങനെ പാറുന്നുണ്ടായിരുന്നു, നല്ലോണമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുങ്ങനെ പാറുന്നുണ്ടായിരുന്നു. എനിക്ക് തോട്ടം പോലെ കണ്ടിട്ട് ശരിക്കും മറ്റേ ജുറാസിക് വേൾഡ് പോലെ തോന്നി. കാരണം ജുറാസിക് വേൾഡ് പോലെ എനിക്ക് തോന്നുന്നു എന്തോ ഡൈനോസേഴ്സിൻ്റെ എന്തോ അതിലിങ്ങനെ ഉണ്ടോ എന്ന് ഡൗട്ട് എനിക്ക്. അതുപോലെ തന്നെ തോന്നി, ഞാൻ ജുറാസിക് വേൾഡ് കാണാറുണ്ട്, അപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് ജുറാസിക് വേൾഡ് പോലെ തന്നെ ഉണ്ട്, അത് ഡൈനോസർ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇതാ പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കുറേ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനി കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു എറണാകുളത്തേക്ക്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം ഏകദേശം അങ്കമാലി എത്താനാകുമ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്യാൻ വേണ്ടി തുടങ്ങി. ഇനി നമ്മൾക്ക് കുറേ ദൂരം പോകണം, അങ്കമാലി, ആലുവ, അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി കേട്ടോ, അങ്കമാലി ടൗൺ എത്തി. ഇനി കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ ഹൈവേ കയറിയിട്ടില്ല. ഇത് നമ്മൾ ടൗണിലേക്ക് കൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ എറണാകുളം പോകുമ്പോൾ അധികം ഹൈവേയിലെ കൂടി തന്നെ പോവാറ്. ഇതിപ്പം വേറെ വഴിയിലേ വന്നുകൊണ്ട് ഹൈവേ ഒന്നും ടച്ച് ചെയ്തില്ല. പക്ഷെ എനിക്ക് ഈ വഴി നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നത് അങ്കമാലി ടൗണൊക്കെ. In 600 meters, turn right to stay on Turavur, Mukana Road. In 200 meters, turn right to stay on Turavur, Mukana Road. Turn right to stay on Turavur, Mukana Road. Continue on Turavur, Mukana Road for 1 kilometer. അങ്ങനെ നമ്മളിതാ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എയർപോർട്ട് റോഡിൻ്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു അങ്കമാലി. അപ്പോൾ ഇതാ ഈ ഒരു ആനനെ കണ്ടിട്ടുണ്ട്, ഒരു വണ്ടിയിൽ 2 ആനേനെയാണ് ഒരാനയായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ആനേനെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ നമ്മൾ, അങ്ങനെയല്ല. ഈ നമ്മളിപ്പം ആതിരപ്പള്ളിയിലേക്ക് കാടിൻ്റെ നടുവിലല്ലേ പോയത്, അപ്പോൾ ആനേനെ കാണണം, നമുക്ക് കുറേ ഇങ്ങനെ എന്ത് കാണുമ്പോൾ അത് ആന അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സിദ്ധൂട്ടിന് ആനേനെ കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവൻ ഉറങ്ങിയായിരുന്നുണ്ടായിരുന്നത്, വിളിച്ചിട്ട് എണീക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് വെച്ചു ആനേനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ആന കാണാനൊന്നും പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് ട്രാഫിക് വന്നുകൊണ്ട് അടുത്ത് കണ്ടു. അതാ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെവിടെ കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയില്ല. വലിയ ആന കേട്ടോ, വലിയ ആന. അതിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരും കണ്ണുകൊണ്ടൊക്കെ.
തന്നെ വിളിക്കുകയായിരുന്നു നമ്മൾ, പക്ഷെ അവൻ എണീക്കുന്നില്ല. ഉറക്കത്തിൽ വിളിച്ചാൽ വേഗമൊന്നും എണീക്കില്ല. എങ്ങനെ കാണിച്ചെടുക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ എണീക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. ഇതിപ്പോൾ ഇത് ഏത് ബ്രിഡ്ജ്? ഇത് ആലുവ ബ്രിഡ്ജാപ്പാ. എനിക്കറിയില്ല ഇത് ഏത് ആലുവ മണപ്പുറം അതെന്തോന്ന് തോന്നുന്നു. എനിക്ക് വൃത്തി അറിയില്ല ഇത് ഏതാ പാലെന്ന്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഇല്ലൂ എറണാകുളത്തേക്ക്. അപ്പം ഹൈവേ കയറിയാൽ പിന്നെ കുറച്ചൊക്കെ എനിക്ക് തിരിയും എത്താനായോ ഇല്ലയോ എന്ന്. പക്ഷെ എനിക്ക് വേറെ ഇടറോട്ടിലേക്കാണെങ്കിൽ എനിക്ക് തിരിയൊന്നും ചെയ്യില്ല. നമ്മൾ ഹൈവേ കയറി കുറച്ചൊക്കെ തിരിയാറുണ്ട് എനിക്ക് എറണാകുളം എത്താനായോ ഇല്ലയോ എന്ന്. അങ്ങനെ നമ്മളിതാ എറണാകുളം എത്തി. നമ്മൾ വേറെ റോഡിലാണ് പോകുന്നത്. ശരിക്കും മെട്രോ നമ്മളെപ്പം പോകുന്ന മെട്രോ ഒക്കെ കാണുന്ന റോഡാണ്, അതായത് ആലുവ അതിലാണ് പോകാറ്. പക്ഷെ ഇത് വേറെ ഒരു റോഡാണ്. പക്ഷേ ഈ റോഡാണ് നല്ല രസമുണ്ടായിരുന്നു. കായലിൻ്റെയൊക്കെ നല്ല നടുവിലൊരു ഹൈവേ പോലത്തെ റോഡാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു മഴയൊക്കെ ആയിട്ട്. അതൊക്കെ തോന്നുന്നു മാപ്പാണ് നമ്മൾ ഈ റോഡിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ടത്. അപ്പം ബ്ലോക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നു ഈ റോഡിലേക്ക് കൂടി വരേണ്ടി വന്നത്. പക്ഷെ നല്ല റോഡായിരുന്നു കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ട് അതിൽ മഴയത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഒരു ഹൈവേ പോലത്തെ റോഡാണ്, പക്ഷേ ഒരു ഹൈവേ അല്ല, ഇത് നാഷണൽ ഹൈവേ അല്ല എന്തായാലും. അങ്ങനെ നമ്മളിതാ ഗോശ്രീ പാലം എത്തിയിട്ടുണ്ട്. കുറേ നേരം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗോശ്രീ പാലം ഇവിടെയാണല്ലോ അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ ഗോശ്രീ പാലം എത്തി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ പാലത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് നല്ല രസമുണ്ട്. മഴ പെയ്തുകൊണ്ട് ആ ഒരു ക്ലൗഡ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ഈ റോഡ് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. പുഴയും കായലും, എനിക്ക് പുഴയോ കായലും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. മഴ പെയ്യുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇനി നമ്മൾ അബാദ് ലാസ്റ്റിലായിരുന്നു റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ ഇനി അവിടത്തേക്ക് പോകണം. ബ്ലോക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മളിതാ ഏകദേശം ടൗൺ എത്താനായി തോന്നുന്നു, എം ജി റോഡ് എത്താനായി തോന്നുന്നു. പക്ഷേ ഈ റോഡ് കയറിയപ്പം ഫുള്ള് ഫ്ലാറ്റായിരുന്നു. അതായത് ഫുള്ള് ഫ്ലാറ്റ്. ആ ഒരു പുഴേൻ്റെ സൈഡ്, ശരിക്കും എനിക്ക് ആ ഒരു പുഴേൻ്റെ സൈഡിൽ ഫ്ലാറ്റ് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം അവരുടെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ മഴയത്തൊക്കെ. ശരിക്കും ആ ഫ്ലാറ്റ് ഫുള്ള് വൈറ്റ് ഫ്ലാറ്റ് ആയതുകൊണ്ട് അതൊക്കെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അടുത്തു നിന്നൊക്കെ. ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് ദൂരം ഇല്ലോട്ട് റൂം എത്താൻ വേണ്ടിയിട്ട് വേഗം തന്നെ എത്തും റൂം. ഇവിടെ ക്രൂസും അതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മറൈൻ ഡ്രൈവോ ആണെന്ന് തോന്നുന്നു, അല്ലേ ഫോട്ടോ വെച്ചോ മറൈൻ ഡ്രൈവ് ആണെന്ന് തോന്നുന്നു. ഇതാ നല്ല രസമുണ്ട് ഈ ഫ്ലാറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മഴ പെയ്യുന്നതുകൊണ്ട് നല്ലൊരു സ്കൈയും അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല വ്യൂ കിട്ടി നമ്മൾ കൊച്ചിയിൽ വന്നപ്പോൾ തന്നെ. അങ്ങനെ നമ്മളിത് എം ജി റോഡ് എത്തി. എം ജി റോഡ് ഇവിടെയാണ് മറ്റേ അബാദ് ലാസിലുള്ളത്. അപ്പോൾ ഇനി യൂ ടേൺ എടുത്തിട്ട് പോകണം തോന്നുന്നു, എനിക്കറിയില്ല. അല്ല യൂ ടേൺ എടുക്കണം, നേരെ പോയാൽ മതി എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ അധികം അബാദ് ലാസിൽ തന്നെ കേട്ടോ റൂം എടുക്കാറ്. അതായത് മെട്രോ സ്റ്റേഷനും ഏകദേശം കുറച്ച് അടുത്താണ്. പക്ഷെ മഴ ആയതുകൊണ്ട് നടന്നിട്ട് പോകാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം നമുക്ക് എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ നല്ല ട്രാഫിക്കാണല്ലോ. അപ്പോൾ കാർ എടുക്കുമല്ലോ ഇവിടെ വന്നാൽ, കാർ വർക്ക് ചെയ്യും. നമ്മൾ അധികം മെട്രോ തന്നെ ആയിരിക്കും പോവാറ്. ആലപ്പുഴ അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാർ എടുക്കും, അല്ലാണ്ട് അങ്ങനെ നമ്മൾ കാറൊന്നും എടുക്കില്ല. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ റൂമെത്തി. റൂമിൻ്റെ സ്ഥലത്ത് എം ജി റോഡ് എത്തി. ഇപ്പം നമ്മൾ റൂമെത്തും. ഇനി നമുക്ക് നേരെ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ ഹോട്ടലെത്തി. ഇത് അമ്മ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ചെക്ക് ഇൻ ചെയ്യണം അത്രേ. അവരെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു.
അപ്പോൾ റൂം ടൂർ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി ശരിക്കും. അതെന്തെന്ന് അറിയില്ല, ഞാൻ മറന്നുപോയെന്ന് തോന്നുന്നു റൂം ടൂർ എടുക്കാൻ. റൂം നല്ല റൂമാണ്, പക്ഷേ ഫാൻ ഇല്ല, അതാണ് പ്രശ്നം. ഫാനിൻ്റെ ഒച്ചയൊക്കെ ഉറങ്ങാനാവില്ല. അങ്ങനെ നമ്മളിത് റെഡിയായി, ഫ്രഷായി, നമ്മൾ ലുലു മാളിൽ പോകാൻ വേണ്ടി റെഡിയായി. മെട്രോയിലാണ് പോകുന്നത്. പുറത്ത് കുറച്ചൊന്ന് മഴയുണ്ട്. നമ്മൾ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു മെട്രോ സ്റ്റേഷനിൽ. അപ്പം മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പുറം വന്നു, ഇനിപ്പുറം വരണം. കുറച്ച് ആളുണ്ട് അത്യാവശ്യം ഈ സ്റ്റേഷനിൽ. അപ്പം കുറേ നാളെ മെട്രോയ്ക്ക് കയറിയിട്ട് ഇനി നമുക്ക് മെട്രോയിലൊക്കെ കയറി ലുലു മാൾ കാണാം. അങ്ങനെ നമ്മളിത് ലുലു മാൾ എത്തി. ഫണ്ടൂരെ പോവാണ്. സിദ്ധൂട്ടൻ ഇവിടെ വന്നാൽ പിന്നെ ഫണ്ടൂരെ തന്നെയാണല്ലോ. അപ്പം ഫണ്ടൂരെ പോവാണ്. ഞാനും കുറച്ച് റൈഡിലൊക്കെ കയറിയത്, ഇതിൽ ഞാൻ കയറിയിട്ടുണ്ട്, ഒറ്റക്കാണ് കയറിയത്. അപ്പം ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് റൈഡ്സൊക്കെ കയറിയിരുന്നു. അപ്പം സിദ്ധൂട്ടൻ നല്ലോണം കളിച്ചു ഫണ്ടൂറിൽ തന്നെ. പിന്നെ നമ്മളത് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അച്ഛനെ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് അപ്പം എല്ലാവർക്കും ബൈ ബൈ.